ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു പാക്കും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ നോർവേൻ്റെ പാക്കും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ സൈൻ ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ വെർത്താണോ അല്ലെങ്കിൽ ആ ഒരു മാനേജറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നമ്മുടെ ഗെയിമിലോട്ട് ആദ്യമായിട്ട് ആഡ് ചെയ്തൊരു 89 കാര്യങ്ങളൊക്കെ വരുന്നൊരു മാനേജറും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിലോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. മാനേജറും കാര്യങ്ങളും മാത്രമല്ല, നമ്മുടെ ഹാളനും അതുപോലെ തന്നെ നമ്മുടെ ഒഡീഗാർഡും കാര്യങ്ങളൊക്കെ ആ ഒരു പാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും 1500 കോയിന് ഒരു പാക്കും കാര്യങ്ങളൊക്കെ വെറുത്താണ്. എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നോർവേൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോർവേ 25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു മാനേജറിൻ്റെ ഈ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം. ഔട്ട് വൈഡും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. 89 ഔട്ട് വൈഡാണ് വരുന്നത്. മാനേജറിന് എടുക്കുന്നത് വെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്ലേ സ്റ്റൈൽ പോലെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഔട്ട് വൈഡ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 89 ഈ ഒരു മാനേജറിന് എടുക്കാം. ഇനി അതെല്ലാം ലോങ് ബോൾ കൗണ്ടർ, കിക്ക് കൗണ്ടർ, പൊസിഷൻ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു മാനേജറിന് എടുക്കാത്തതാണ് നല്ലത്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ലോങ് ബോൾ കൗണ്ടറിൻ്റെ, ക്വിക്ക് കൗണ്ടറിൻ്റെ ഒക്കെ 89 വരെയുള്ള ചാൻസാണ് നമ്മുടെ കൊണാമി ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ബോൾ കൗണ്ടറിൻ്റെ ഒക്കെ 89 മാനേജർ വരും. ഇനി അതല്ല നിങ്ങൾ ഔട്ട് വൈഡ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാനേജർ ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു മാനേജറിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ വന്നത് ഹെഡിങ് +1 ഉണ്ട്, അതുപോലെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പാക്കിൽ ഹാളൻഡിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഹാളൻഡിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊരു ഹാളൻഡിനെ വെച്ചിട്ട് ഈ ഒരു മാനേജർ വെച്ചിട്ട് ഹാളൻഡിനെ കളിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഗെയിമിൽ കിട്ടാവുന്നതാണ്. ഹാളൻഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഗോൾ പോഞ്ചറാണ് ആൾ. എൻ്റെ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. മേസിംഗ് റണ്ണുണ്ട്, സ്പീഡ് ബുള്ളറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് റേഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. 101 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് നിങ്ങൾക്ക് കിട്ടും. കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹെഡിങ്, ലോങ് റേഞ്ച്, കേളിങ്ങും അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലിൽ ഒരു ആളിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനിഷിങ് 83 വരും. നിങ്ങൾ ട്രെയിൻ ചെയ്തും ഒക്കെ നിങ്ങൾ കയറ്റി കൊണ്ടുവരുന്നതാണ്. ഫിനിഷിങ് ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. നിങ്ങളൊരു മാനേജറിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാർഡായിട്ട് ഈ ഒരു കാർഡ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നോർമൽ ഹാളൻഡിൻ്റെ കാർഡ് പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കാർഡും കാര്യങ്ങളുമാണ്. പിന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഫിസിക്കൽ കോണ്ടാക്റ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും അത് കളിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ട്രൈക്കർ തന്നെയാണ് ഈ ഒരു ഹാളൻഡിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു കാർഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒഡേഗാർഡിൻ്റെ ഒരു കാർഡ്. ഇതും 101 റേറ്റ് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാർഡും ഒരു ബെസ്റ്റ് CMF കാർഡും കാര്യങ്ങളൊക്കെയാണ്. മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കിട്ടാവുന്ന ഒരു കാർഡും കാര്യങ്ങളാണ്. ലോങ് ബോൾ എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ ഒരുവിധം വരുന്ന എല്ലാ സ്കിൽസും കാര്യങ്ങളൊക്കെ ഒരു ഒഡേഗാർഡിൻ്റെ പാക്കിലും വരുന്നിട്ടുണ്ട്. ഇനി ഈ ഒരു 1500 കോയിനും ഈ ഒരു പാക്ക് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുത്താണ്. കാരണം ഹാളൻഡിൻ്റെ നല്ല പാക്ക് വരുന്നുണ്ട്, ഒഡേഗാർഡിൻ്റെ ഒരു പാക്ക് വരുന്നിട്ടുണ്ട്. പിന്നെ ഔട്ട് വൈഡ് കളിക്കുന്ന ആൾക്ക് വെറുത്ത് തന്നെയാണ്. 89 നല്ലൊരു മാനേജർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മുടെ പ്ലെയറിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ +3 ആയിട്ട് നമുക്ക് കൂടും. എന്ന് വെച്ചാൽ റേറ്റിംഗ് അല്ല, പ്ലെയറിൻ്റെ സ്കില്ല് കൂടുന്നതായിരിക്കും. ഇപ്പോൾ ഹാളൻഡിന് ഫിനിഷിങ് ഒരു 85 ആണെങ്കിൽ അതൊരു 88 ഒക്കെ ആയിട്ട് നിങ്ങൾ കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു മാനേജറും കാര്യങ്ങളൊക്കെയാണ്. ഔട്ട് വൈഡിനനുസരിച്ചുള്ള ഫോർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, മാനേജറിനെ വെച്ച് കളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിപ്പിക്കാനും വേണ്ടിയൊക്കെ പറ്റും. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം 1500 കോയിന് ഈ ഒരു പാക്ക് വേർത്താണ്, നിങ്ങൾക്ക് എടുക്കണോ വേണ്ടതെന്നൊക്കെ. ഇതിന് ശേഷം ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ വിഷുവിൻ്റെ ഭാഗമായിട്ടും കൊനാമി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇൻസാഗിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻസാഗിൻ്റെ പാക്കും 88 ആണ്. ആൻഡ് ലോങ് ബോൾ കൗണ്ടറാണ്. ഇതും അത്യാവശ്യം നല്ലൊരു പാക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം സ്പീഡ്, ഫിനിഷിങ്, നിങ്ങൾ ഫോർവേഡ് നല്ല രീതിക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ തീരുമാനിച്ചിട്ടും നിങ്ങളൊരു പാക്കും കാര്യങ്ങളൊക്കെ എടുക്കണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങളൊരു പാക്കും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വേൾഡ് വൈഡ് പാക്കിൽ നിങ്ങൾ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടിയെന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏത് മച്ചന്മാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എല്ലാ മച്ചന്മാർക്കും ബൈ.
Quero ver tu vir sentando. Essa é cria de favela que elas tá procurando. Quero